നമസ്കാരം. ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ബി.ജെ.പി ആവട്ടെ സിറ്റിംഗ് എംപിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിയെ തന്നെയാണ് ഇത്തവണയും കളത്തിലിറക്കുന്നത്. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന അമേഠി 2019 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സ്വന്തമാക്കുകയായിരുന്നു. ആ തോൽവി രാജ്യം ഒന്നടങ്കം കോൺഗ്രസിന് ഉണ്ടാക്കിക്കൊടുത്ത തോൽവി ചെറുതായിരുന്നില്ല. എന്തായാലും വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച രാഹുൽ ഗാന്ധി അമേഠിയിലും മത്സരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമായിരുന്നു. ഇതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര സീറ്റ് മോഹവുമായി രംഗത്തെത്തിയത്. പക്ഷേ ആ മോഹം സാക്ഷാത്കരിക്കാൻ കൂട്ടുനിന്നാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്നുള്ള തിരിച്ചറിവ് മറ്റാരെക്കാളും അധികം കോൺഗ്രസ് ഹൈക്കമാൻഡിന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താൻ തന്നെ അമേഠിയിൽ മത്സരിക്കുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. നേതൃത്വത്തിൽ നിന്നും എന്ത് ഉത്തരവ് ലഭിച്ചാലും താനത് അനുസരിക്കും, ഞങ്ങളുടെ പാർട്ടിയിൽ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. എന്തായാലും രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും അമേഠിയിൽ എത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വേഴ്സസ് സ്മൃതി ഇറാനി എന്നുള്ള പോര് ഒരിക്കൽ കൂടി നടക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ കണ്ണുകൾ മുഴുവൻ അമേഠിയിലായിരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.